കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി മുകുന്ദനാക്കിയത്, നേതാവാക്കിയത്. ആ മുകുന്ദനാണ് സ്വന്തം ചോരയെ വഞ്ചിച്ചുകൊണ്ട്, സ്വന്തം വർഗത്തെ വഞ്ചിച്ചുകൊണ്ട് കൂട് വിട്ട് കൂട് മാറിപ്പോയത്. വർഗവഞ്ചകന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു സ്ഥാനവും മാപ്പും ഉണ്ടാവുകയില്ല. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് സഖാവ് മുകുന്ദനാണ്. പാർട്ടി വിട്ട് ശത്രുവിൻ്റെ പാളയത്തിലെ കരുവായി മാറിയപ്പോൾ സി മുകുന്ദൻ വർഗവഞ്ചകനാണ്. ഈ അതൊക്കെ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ സംഘപരിവാരത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു പറ്റം ആളുകൾക്കുള്ള ഒരു മണ്ഡലത്തിലേക്ക് കുറച്ചുകൂടി ഒരു കുടുംബത്തെ കൊണ്ടുവന്നെത്തുമ്പോൾ പാർട്ടി ഉണ്ടാകുന്ന പ്രസിദ്ധി അത് എത്രത്തോളം മറികടക്കാൻ പുതുമുഖം അല്ലല്ലോ. ആ മുഖം പുതുമുഖമല്ല. ആ മുഖത്തെ അറിയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. തൃശ്ശൂരുണ്ട്, കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പരിചിത മുഖമാണത്, പുതുമുഖമല്ല. ഏത് പാർട്ടിക്കകത്ത് ഇല്ല, ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് സങ്കല്പിക്കരുത്. ആര് പറയുന്നു? ആര് പറയുന്നു? ആർക്കടക്കം? ഇതല്ലേ സുനിലേട്ടൻ? ഇതല്ലേ സുനിലേട്ടൻ? ആ മുഖത്തേക്ക് നോക്കി, ആ മുഖത്തേക്ക് നോക്കി, ആ മുഖത്തേക്ക് നോക്ക്. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് കള്ളത്തരം പറയുമ്പോൾ കൈയോടെ പിടിക്കപ്പെടും. ഇദ്ദേഹം സ്ട്രോങ് ആണ്, ഇദ്ദേഹം സ്ട്രോങ് ആണ്. ലീലാകൃഷ്ണന്റെ സ്ട്രെങ്ത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ വൃത്തങ്ങൾക്കകത്തുള്ളവർ മാത്രമല്ല, അതിൻ്റെ പെരിഫറി പ്രാന്തങ്ങളിലുള്ള ആൾക്കാർ, ദൂരം നിൽക്കുന്നവർ, അവരെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ലീലാകൃഷ്ണനായിരിക്കും ഏറ്റവും സ്ട്രോങ് ആയ സ്ഥാനാർത്ഥി. അത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിന് പൊളിച്ചു കൊടുത്തല്ലോ. ലോക്സഭാ ഇലക്ഷൻ്റെ ആ എല്ലാ തിരുമറികളെയും കള്ളത്തരങ്ങളെയും പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷന് പൊളിച്ചു കൊടുത്തല്ലോ. അവിടെ കിട്ടിയ വോട്ട് എന്ത് ചെയ്യും? ആ വോട്ടോടെ പോയി. തീർച്ചയായിട്ടും BJP ഇവിടെ പ്രശ്നമേ അല്ല. അല്ല, BJPയുടെ ഒരു വലിയ കഥ പറഞ്ഞവർക്കെല്ലാം മനസ്സിലായി അത് സോപ്പ് കബളിയായിരുന്നു. മാത്രമല്ല BJPക്ക് കിട്ടിയ വോട്ട് ഏത് വോട്ടാണെന്ന് മനസ്സിലായി. തൃശ്ശൂരിൽ നിന്നൊരു MP ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കളിച്ച ആ കള്ളക്കളിയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആ കളിയൊന്നും ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സംശയമൊന്നും ആർക്കും വേണ്ട. തൃശ്ശൂരിൽ LDFന്റെ വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. മുകുന്ദൻ്റെ വർഗപാരമ്പര്യത്തെ ഈ പാർട്ടി മാനിച്ചിട്ടുണ്ട്. മുകുന്ദൻ വന്ന വഴിയെ ഞങ്ങൾ മാനിച്ചിട്ടുണ്ട്, ജീവിത രീതിയെ ഞങ്ങൾ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുകുന്ദനെ നേതാവാക്കി വളർത്തിയെടുത്തു. വേറെ ആരുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി മുകുന്ദനാക്കിയത്, നേതാവാക്കിയത്, നാടിനെ പരിചയപ്പെടുത്തിയത്, MLA ആക്കിയത്. ആ മുകുന്ദനാണ് സ്വന്തം ചോരയെ വഞ്ചിച്ചുകൊണ്ട്, സ്വന്തം വർഗത്തെ വഞ്ചിച്ചുകൊണ്ട് കൂട് വിട്ട് കൂട് മാറിപ്പോയത്. എന്നിട്ട് എവിടെയാണ് പോയത്? ആദ്യം പോയത് ചേക്കാറായി കോൺഗ്രസിലേക്കാണ്. ഡൽഹി വരെ പോയി. കോൺഗ്രസ് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചപ്പോഴത്തേക്കും നേരെ വന്ന് ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള BJP പാളത്തിലേക്ക് എത്തി. അങ്ങനെ കളം വിട്ട് മാറുന്ന ഒരാളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലവലേശം സംശയമില്ല, വർഗവഞ്ചകനാണ്. വർഗവഞ്ചകന്മാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു സ്ഥാനവും മാപ്പും ഉണ്ടാവുകയില്ല. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് സഖാവ് മുകുന്ദനാണ്. പാർട്ടി വിട്ട് ശത്രുവിൻ്റെ പാളയത്തിലെ കരുവായി മാറിയപ്പോൾ സി മുകുന്ദൻ വർഗവഞ്ചകനാണ്. അങ്ങനെ പോയ ഒരാൾ, പ്രലോഭനത്തിനോ പണത്തിനോ വഴങ്ങി പോയ ഒരാൾ പറയുന്ന ഒരു വർത്തമാനത്തിനും ഉത്തരം പറയാൻ ശ്രമിക്കേണ്ടതില്ല. അതെല്ലാം ബാലിശമാണ്.
ഞങ്ങൾ തള്ളിക്കളയുന്നു. അവിടുത്തെ പാർട്ടി മറുപടി കൊടുക്കും, മുന്നണി മറുപടി കൊടുക്കും തന്നെയാണോ? സംശയം എന്ത്? നാട്ടുകയിൽ അതിൻ്റെ എല്ലാ പാരമ്പര്യവും വീണ്ടും ഉയർത്തിപ്പിടിക്കപ്പെടും. അവിടെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി ജയിച്ചിരിക്കും.